ഒരു കോമ്പിനേഷൻ ഇത്ര അടിപൊളിയായിരിക്കും നീ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ. എന്താണെന്നോ, ബീഫിന്റെ ലിവർ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പിന്നെ മുരിങ്ങക്കോല്. ആദ്യം കാണുമ്പോൾ ഒരു സാമ്പാർ വൈബൊക്കെ തോന്നുമെങ്കിലും അല്ല കേട്ടോ, അടിപൊളി ഒരു ലിവർ കറി ആയിരുന്നേ. അപ്പൊ ഞാൻ എടുത്തത് ബീഫിന്റെ ലിവർ, ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, അര മുരിങ്ങക്കോല്. ഇതിന്റെ കൂടെ കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ സ്പൈസസ് ആയിട്ട് കറുവപ്പട്ട, ഗ്രാമ്പു, തക്കോലം, ഏലക്ക, ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ വെള്ളവും കൂടെ ചേർത്ത് കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുത്തു. എല്ലാം കൂടെ വെന്തതിന് ശേഷം മുരിങ്ങക്കോലിന്റെ ഉള്ളിലുള്ള ഭാഗമില്ലേ, അത് മാത്രമായിട്ട് എടുത്ത് ഞാൻ മാറ്റി വെച്ചേ. മുരിങ്ങക്കോല് പിന്നെ പണ്ടേ ഒരു പവർ ഹൗസ് ആണെന്ന് അറിയാമല്ലോ. അതിനുശേഷം പാനിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കി ചെറിയുള്ളി വഴറ്റി അതിലോട്ട് ഒരു മഞ്ഞപ്പൊടി ചേർത്ത് പിന്നെ ഞാൻ ഈ വേവിച്ച ലിവറും വെജിറ്റബിൾസും അതും കൂടെ ചേർത്ത് മാറ്റി വെച്ച മുരിങ്ങക്കോലിന്റെ ഉള്ളിലെ ഭാഗവും ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു. എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലോട്ട് ഞാൻ അതിനെ വറ്റിച്ചെടുത്തു. ഇന്ന് വീട്ടിലുണ്ടല്ലോ നെയ്ച്ചോറായിരുന്നേ. അപ്പൊ അതിന്റെ കൂടെ കൊടുക്കാനാണ് ഞാൻ മോന് വേണ്ടി ഈ കറി ഉണ്ടാക്കിയത്. വീട്ടില് ബീഫ് കറി ആയിരുന്നു, അത് ഭയങ്കര സ്പൈസി ആയിരുന്നു. അപ്പൊ ഞാൻ അത്രയും സ്പൈസി ഫുഡ് ഇതുവരെയായിട്ട് മോന് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പൊ അങ്ങനെ സിറ്റുവേഷൻസിൽ ഞാൻ മോന് വേണ്ടി ഇങ്ങനെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. ലിവർ ആണെങ്കിൽ ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്, പക്ഷെ നമുക്ക് എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുന്ന ഒരു ഫുഡ് അല്ല. അപ്പൊ ഞാൻ കൊടുക്കുന്ന ദിവസങ്ങളിലാണെങ്കിലും ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് കൊടുക്കാൻ നോക്കാറുണ്ട് കേട്ടോ, വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ട്. ശരിക്കും ഈ കറി അടിപൊളിയായിരുന്നു. ഇതിനൊരു മധുരമൊക്കെ ഉണ്ടായിരുന്നേ. അപ്പൊ ഈ കറി എന്റെ മോൻ എന്തോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കൊടുത്തത് അവനൊരു ഓൾമോസ്റ്റ് ഫുൾ ഫിനിഷ് ചെയ്യുകയും ചെയ്തു. അപ്പൊ നിങ്ങളും ഇങ്ങനത്തെ കറികളൊക്കെ എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പൊ ഇതുപോലുള്ള സിമ്പിൾ ബേബി ഫുഡ്സിനായിട്ട് എന്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അപ്പൊ അത്ര ബൈ.